തിരുവനന്തപുരത്ത് ദേശീയപാതാ വികസനത്തിന്റെ ഡിസൈനിൽ മാറ്റം. കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാതയിൽ 12 ഉയരപ്പാതകൾ നിർമ്മിക്കും. മണ്ണിന് ഉറപ്പില്ലാത്ത ഭാഗത്ത് തൂണുകളിലാണ് മേൽപ്പാലം ഉയരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനിടെ റോഡിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാത നിർമ്മാണത്തിനിടെ റോഡ് ഇടിഞ്ഞു തകർന്ന 2 അപകടങ്ങൾ നമ്മൾ കണ്ടതാണ്. കൊല്ലം മൈലക്കാടും മലപ്പുറം കൂരിയാടും അപകടമുണ്ടായി. ഈ 2 സ്ഥലങ്ങളിലും വിദഗ്ധ സംഘമെത്തി പരിശോധന നടത്തി. ഒടുവിൽ പരിഹാരം നിർദ്ദേശിച്ചു. തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട മേൽപ്പാലമാണ് പരിഹാരം. കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാത വികസനത്തിന്റെ ഡിസൈനിലാണ് മാറ്റം വരുന്നത്. ദേശീയപാതയുടെ 5.34 കിലോമീറ്റർ ദൂരത്തിലുള്ള പ്രദേശത്ത് 12 മേൽപ്പാലങ്ങളാണ് ഉയരുന്നത്. ദേശീയപാതയിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് നിറച്ചു നടത്തിയ നിർമ്മാണങ്ങളിലെ അപാകത കാരണമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ശേഷമാണ് ഉയരപാതകളുടെ നീളം കൂട്ടാൻ നിർദ്ദേശമെത്തിയത്. കേരളത്തിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും പരിഗണിച്ചാണ് തീരുമാനം. ആറ്റിങ്ങൽ മാമം, പള്ളിപ്പുറം CRPF ജംഗ്ഷൻ, ടെക്നോ പാർക്ക് ഫേസ് 4 എന്നിവിടങ്ങളിലാണ് പുതിയ മേൽപ്പാലങ്ങൾ ഉയരുന്നത്. പള്ളിപ്പുറം ടെക്നോ പാർക്ക് ഫേസ് 4 സമീപം കനത്ത മഴയിൽ മുൻപ് ദേശീയപാതയിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഇവിടെ ഉയരപാത നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദേശീയപാത വികസന അതോറിറ്റി 959.25 കോടി രൂപയുടെ കരാർ ക്ഷണിച്ചു. ആറ്റിങ്ങൽ ബൈപ്പാസിൽ മണ്ണിനുറപ്പില്ലാത്ത ഭാഗത്ത് തൂണുകളിൽ മേൽപ്പാലം നിർമ്മിക്കും. ഈ മാറ്റത്തോടെ നിർമ്മാണം പൂർത്തിയാകാൻ 1.5 വർഷം വേണ്ടിവരും. അങ്ങനെയെങ്കിൽ മുൻപ് അറിയിച്ചതുപോലെ ഡിസംബറിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.